ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സുമുഖമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെവരെയും ഈ പുതുവത്സരത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് പ്രഭാതവചനം കേൾക്കുന്നതിനായി വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ മാസത്തെ രണ്ടാമത്തെ ദിവസം, ഈ വർഷത്തെ രണ്ടാമത്തെ ദിവസം, അതായത് വെള്ളിയാഴ്ച, ജാനുവരി 2, 2026. ദൈവവചനം ജീവൻ രക്ഷിച്ച സംഭവം ആണ് ഇന്ന് ഞാൻ വചനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന വിഷയം. അതായത് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ദൈവവചനം ജീവൻ രക്ഷിച്ച സംഭവം. വിതയ്ക്കുന്നവർ വിതപ്പാൻ പുറപ്പെട്ടു എന്ന് ഉള്ള ആ ഉപമ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചെന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്നു അത് തിന്നു കളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിൽ താഴ്ചയില്ലായികയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേർ ഇല്ലായികയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റ് ചിലത് മുള്ളിനടിയൽ വീണു, മുളച്ചു വളർന്നു, അതിനെ ഞെരുക്കി കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു എന്ന് ഈ വേദഭാഗത്ത് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അതായത് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 13-ാം അധ്യായം 3-ാം വാക്യം തൊട്ട് വായിക്കുമ്പോഴാണ് നാം ഇത് കാണുന്നത്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. അച്ചടി വിദ്യ കണ്ടുപിടിച്ച കാലം മുതൽ ദൈവവചനം മനുഷ്യ കരങ്ങളിലും ഹൃദയങ്ങളിലും ജനിക്കുന്നതിന് അത് ഒരു ഉപാധിയായി ദൈവം ഉപയോഗിച്ചു വരികയാണ്. അച്ചടിക്കപ്പെട്ട ക്രിസ്തീയ ദൂതുകളുടെ പ്രാധാന്യം മനസ്സിലാക്കിയ ജോൺ വെസ്ലി ശതകണക്കിന് ട്രാക്റ്റുകൾ എഴുതി അച്ചടിപ്പിച്ച് വിതരണം ചെയ്തു. ഹഡ്സൺ ടൈലർ ക്രിസ്തുവിലേക്ക് നടത്തപ്പെട്ടത് തൻ്റെ പിതാവിൻ്റെ പുസ്തകങ്ങളിൽ ഒന്നിൽ കാണപ്പെട്ട ഒരു സുവിശേഷം ലഘുലേഖ വായിച്ചത് മുഖാന്തരമാണ് എന്ന് ചരിത്രം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് മാർക്ക് ജെ ഗുഡ്ജർ എന്ന ദൈവദാസൻ വീടുകൾ തോറും കയറിയിറങ്ങി ട്രാക്റ്റുകൾ വിതരണം ചെയ്യുക പതിവായിരുന്നു. ഒരിക്കൽ അദ്ദേഹം തെക്കൻ കാറോളൈനയിലുള്ള ഒരു ഭവനത്തിൽ വാതിക്കൽ ചെന്ന് അകത്ത് ആളുണ്ടെന്ന് ചില ശബ്ദം കൊണ്ട് മനസ്സിലാക്കിയതിനാൽ തുടർച്ചയായി 6 പ്രാവശ്യം ബെല്ലടിച്ചു. ഒടുവിൽ ഒരു മനുഷ്യൻ വന്ന് കതക് തുറന്ന് ട്രാക്ട് വാങ്ങിച്ചിട്ട് ദേഷ്യത്തോടെ കതക് വലിച്ചടച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം കുടിച്ചർ അതേ ഭവനത്തിൽ പടിക്കൽ വീണ്ടും എത്തി. ഈ പ്രാവശ്യം ആദ്യം ബെല്ലടിച്ചപ്പോൾ തന്നെ ആ മനുഷ്യൻ വന്ന് കതക് തുറന്നു. അയാളുടെ അപേക്ഷ അനുസരിച്ച് അദ്ദേഹം അകത്തേക്ക് കടന്നു ചെന്നു. മുറിക്കുള്ളിൽ പ്രവേശിച്ചപ്പോൾ കൈക്കോലിൽ കെട്ടി തൂങ്ങിക്കിടക്കുന്ന ഒരു കയറും അതിൻ്റെ അറ്റത്ത് ഒരു കുരുക്കും അതിന് താഴെ ഒരു പെട്ടിയിരിക്കുന്നതും കണ്ടു. ആ മനുഷ്യൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച നിങ്ങൾ മണിയടിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കഴുത്തിൽ ആ കുരുക്കിട്ടുകൊണ്ട് ഞാൻ ചാടാൻ തുടങ്ങുകയായിരുന്നു. നിങ്ങൾ നിർബന്ധപൂർവം വീണ്ടും വീണ്ടും ബെല്ലടിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് അത് ആരെന്ന് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. നിങ്ങളുടെ ലഘുലേഖ കിട്ടിയപ്പോൾ അതിൻ്റെ തലക്കെട്ട് എന്നെ ആകർഷിച്ചതിനാൽ ഞാൻ വായിക്കാൻ തുടങ്ങി. അതിൽ കൂടെ ദൈവം എന്നോട് സംസാരിച്ചു. ആ പെട്ടിപ്പുറത്തു നിന്ന് എടുത്ത് ചാടുന്നതിന് പകരം ഞാൻ അതിനരികെ മുട്ടുകുത്തി എൻ്റെ ഹൃദയം കർത്താവിനായി സമർപ്പിച്ചു. താൻ നിർബന്ധപൂർവം ബെല്ലടിച്ചില്ലായിരുന്നുവെങ്കിൽ ആ വിശേഷപ്പെട്ട ട്രാക്ട് ആ മനുഷ്യന്റെ കൈവശം ചെന്ന് ചേരുകയില്ലായിരുന്നു. എങ്കിൽ അയാൾ രക്ഷിക്കപ്പെടാതെ നിത്യതയിലേക്ക് പോകുമായിരുന്നല്ലോ എന്നോർത്ത് ഗുഡ്ജർ ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചു. സ്നേഹിത, അമൂല്യമായ എഴുതപ്പെട്ട വചനം മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ നീ തൽപരനാണോ എന്ന് ഈ പുതുവർഷത്തിൽ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ സാക്ഷ്യമാകുന്ന വലകൾ പ്രാർത്ഥന കൊണ്ട് നന്നാക്കി വിശ്വാസത്തോട് വീശി സ്നേഹത്തോട് വലിച്ച് കയറ്റുക എന്നാണ് നാം ഒരു ശുഭചിന്തയിൽ നിന്നും
വായിക്കുവാൻ സാധ്യതയുള്ളത്. കാരണം ഞാൻ ആ സുവിചിന്ത വായിച്ചപ്പോൾ അതിൽ നിന്നും കിട്ടിയ ആ ചിന്താവിഷയമാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളുടെ സാക്ഷ്യമാകുന്ന വലകൾ പ്രാർത്ഥന കൊണ്ട് നന്നാക്കി വിശ്വാസത്തോട് വീശി സ്നേഹത്തോട് വലിച്ച് കയറ്റുക എന്നാണ് ഇന്നത്തെ ആ ചിന്തയിൽ പറയുന്നത്. നാം ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കുന്നത്? തൂങ്ങി മരണത്തിൽ നിന്നും ഒരു വ്യക്തി രക്ഷപ്പെട്ടു. അതായത് നാം വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിലെത്രയോ പേര് ദുഃഖത്തിലും വിഷമത്തിലും പ്രയാസത്തിലുമാണ് അത് കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുന്നതെന്ന് നമ്മൾക്കറിയില്ല. ഒരുപക്ഷെങ്കിൽ ഇന്നത്തെ വചനം കേട്ടതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്ന് ഇന്നെൻ്റെ ജീവിതം അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും അവിടെ ഇരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ വചനം അവർ ശ്രവിച്ച് മാനസാന്തരപ്പെടുന്നുവെങ്കിൽ ഒരു ജീവനെ ദൈവത്തിലേക്ക് നമുക്ക് അടുപ്പിക്കുവാൻ സാധിച്ചു എന്ന് കരുതിയാൽ മതി. ആയതിനാൽ വചനപ്രഘോഷണത്തിൽ ഒരിക്കലും നാം പുറകോട്ട് മാറരുത്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്നുള്ളതിന് രണ്ട് അഭിപ്രായം ഉണ്ടാകുകയില്ല. അതിനായി നാം ചെയ്യേണ്ടത് ആദ്യം വചനം വായിച്ച് ഗ്രഹിക്കുകയും അത് കൃത്യമായി അതിൻ്റെ അവലോകനം ചെയ്തതിന് ശേഷം അത് മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ച് കൊടുക്കുകയും ആണ് ചെയ്യേണ്ടത്. നാം ഏത് സഭയിൽ ആണോ മുമ്പോട്ട് പോകുന്നത് ആ സഭയുടെ ആ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ആ വേദപുസ്തകം വായിച്ച് നാം മറ്റുള്ളവരെ അത് മനസ്സിലാക്കുന്നുവെങ്കിൽ, അവർക്ക് അതുകൊണ്ട് ദൈവത്തിലേക്ക് അടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, നമ്മൾ നിത്യതയിലേക്ക് ചെല്ലുമ്പോൾ നമുക്കും അതിൻ്റേതായ ഒരു ഗുണം നമുക്കുണ്ടാവും. കാരണം നമ്മൾ ഒരു ദൈവദാസനായി, ഒരു ദൈവത്തിൻ്റെ പുത്രനായി, ഒരു ദൈവത്തിൻ്റെ പുത്രിയായി ജീവിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് ഇങ്ങനെയും സാധിക്കും. അതായത് വചന പ്രഘോഷണത്തിലൂടെ, വചനം വിളമ്പുന്നതിലൂടെ, വചനത്തിലൂടെ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിലൂടെ നമുക്ക് ഇതൊക്കെയും സാധിച്ചെടുക്കുവാൻ പറ്റും എന്നുള്ളത് ഇന്നത്തെ ഈ ചിന്താവിഷയത്തിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിച്ചു. ഇത് ഒരു നടന്ന സംഭവം തന്നെയാണ്. അതാണ് ഞാൻ ഈ ഒരു പുസ്തകം വായിച്ചപ്പോൾ എനിക്കതിൽ നിന്നും കിട്ടിയത് ഞാൻ ഇന്നിവിടെ പറയുവാൻ ആഗ്രഹിച്ചത്. ദൈവം ഈ വർഷത്തിൻ്റെ ഈ രണ്ടാമത്തെ ദിവസം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു ശുഭപ്രാപ്തിയോടുകൂടി, ആകാംക്ഷയോടുകൂടി നമ്മൾ പ്ലാൻ ചെയ്തതായ രീതിയിൽ തന്നെ ഈ വർഷം മുമ്പോട്ട് പോകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.